പണ്ട് പണ്ടൊരിടത്ത് ഒരു അഹങ്കാരമുള്ള കുറുക്കനുണ്ടായിരുന്നു. ഒരു ദിവസം അത് അടുത്തുള്ള ഗ്രാമത്തിലെ ബന്ധുക്കളെ കാണുവാൻ വേണ്ടി പോയി. ഇന്നൊരു നല്ല ദിവസമാണല്ലോ. കുറുക്കൻ നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന് വല്ലാത്ത ക്ഷീണം തോന്നി. അതിന് വല്ലാതെ ദാഹിക്കുകയും ചെയ്തു. ഓ, എന്തൊരു വെയിലാ! എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ. അത് നടന്നുകൊണ്ടേയിരുന്നു. ദാഹം കൂടിയതല്ലാതെ കുറഞ്ഞതേയില്ല. എനിക്ക് ദാഹത്തിന്റെ കൂടെ വിശപ്പും തുടങ്ങി. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരുവാനും മറന്നല്ലോ. ഇവിടെ എവിടെയും ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ എന്റെ ഈശ്വര. ഞാൻ ഇനിയും കുറെ ദൂരം നടക്കണമല്ലോ. ഞാൻ ഈ വെയിലിൽ വരാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോഴാണ് അത് അതിന്റെ കണ്ണിൽ പെട്ടത്. അതാ അവിടെ ഒരു മുന്തിരിത്തോട്ടം. ഈ പഴുത്ത മുന്തിരിയിൽ നിറയെ ചാറുണ്ടാവുന്നാ തോന്നുന്നത്. ഇത് വളരെ സ്വാദിഷ്ടമായിരിക്കും തീർച്ച. ആ കുലയിലാണ് വളരെ ചുവന്നു തൊടുത്ത മുന്തിരിങ്ങയുള്ളത്. എനിക്ക് കഴിക്കാൻ കുറച്ചെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കഴിച്ചാൽ എന്റെ വിശപ്പടങ്ങും. കുറുക്കൻ ആ മുന്തിരിക്കുല ചാടിപ്പറിക്കാൻ നോക്കി. അത് കുറെ നേരം ചാടി ചാടി നോക്കി, പക്ഷെ അതിന് എത്തിയില്ല. അത് വീണ്ടും വീണ്ടും ഉയരത്തിൽ ചാടിപ്പറിക്കാൻ ശ്രമിച്ചു. അത് വീണ്ടും പരാജയപ്പെട്ടു. മുന്തിരിക്കുല വളരെ ഉയരത്തിലായിരുന്നു, അതുകൊണ്ട് അതിന് എത്തിയതുമില്ല. ഞാനിപ്പോ എന്താ പറയാ? ഞാൻ ആലോചിക്കുകയാണ്. അത് പിന്നെ ഈ മുന്തിരി പഴുത്തിട്ടേയില്ല, അതുകൊണ്ട് പുളിപ്പായിരിക്കും. എനിക്കറിയാത്. എന്നിട്ടും അവന്റെ നോട്ടം മുന്തിരിക്കുലയിലായിരുന്നു. ഒരു പക്ഷേ ഞാൻ സ്വപ്നം കാണുകയാണോ? ഇത് സത്യമല്ല. ഞാൻ ഈ മുന്തിരിക്കുല നോക്കേയില്ല. ഇത് പുളിക്കും. കാണുമ്പോൾ ഇത് പഴുത്തതായി തോന്നുമെങ്കിലും ഇതിന് ഭയങ്കര പുളിയാണ്. കുറുക്കൻ ആ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടെങ്കിലും അതിന്റെ വിചാരമെല്ലാം ആ പഴുത്ത മുന്തിരിക്കുലയിലായിരുന്നു. ആ മുന്തിരിക്കുല വല്ലാതെ പുളിക്കും. സത്യമാണ്, വല്ലാത്ത പുളിയാണ്. ആ മുന്തിരിക്കുലയ്ക്ക് തീർച്ചയായും മധുരമുണ്ടാകില്ല. എനിക്കറിയാം. അല്ല, ഇതൊക്കെ എന്തിനാ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കഴിക്കാനേ പാടില്ല. കുറുക്കൻ അങ്ങനെ നടന്നുപോയി. അത് പറഞ്ഞത് കളവാണെങ്കിലും അതിന് വേറെന്ത് വഴിയാ പിന്നെയുള്ളത്? അതങ്ങനെ പറഞ്ഞ് താനേ സമാധാനിച്ചു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചിലർ എന്തെങ്കിലും വേണ്ടാന്ന് വിചാരിച്ചാലും വരാനുള്ളത് വരും. ചിലർ എത്ര ആഗ്രഹിച്ചാലും എത്ര ശ്രമിച്ചു നോക്കിയാലും നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും കിട്ടില്ല. കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, എന്റെ കോടാലി വെള്ളത്തിൽ വീണല്ലോ. ഈ നദിക്ക് നല്ല ആഴമുണ്ട്. എന്റെ കോടാലി തിരിച്ചു കിട്ടത്തില്ല.